മോളെ ജാൻസിയേ, എന്തൊരൊളിപ്പീരാ എടി എന്തിനാവൻ നമ്മളെ പൊന്നു. ഞാനിവിടെ ഉണ്ടപ്പ. ലഹരികളില്ലാത്ത നമ്മുടെ ഈ ഭവനം എത്ര സുന്ദരമാണ്. അതെ അതെ, മാഷ് വരുന്നു നമ്മുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മാഷ്. മാഷേ ഒരുപാട് നന്ദി. മാഷ് നൽകിയത് ഞങ്ങൾക്കൊരു പുതിയ ജീവിതമാണ്. ഇന്ന് ഞങ്ങളുടെ ഭവനം ഏറെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ മാറ്റത്തിന് ഞാനൊരു നിമിത്തമായി എന്നേ ഉള്ളൂ. എല്ലാം മാറിയത് നിങ്ങളൊരു നല്ല തീരുമാനത്തിലാണ്. മാഷേ, എത്രയോ കുടുംബങ്ങളാണ് ഈ നശിച്ച ലഹരിയിൽ തകരുന്നത്. അതെ, എല്ലാവരും ഒരു കൗതുകത്തിനും രസത്തിനുമാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. എന്നാൽ പതിയെ പതിയെ അവരെ പോലും അറിയാതെ ആ ലഹരി വലയത്തിൽ അവർ അകപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഒന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, ലഹരി വസ്തുക്കൾ വെടിഞ്ഞ് ജീവിതത്തെ ലഹരിയായി കണ്ട് മുന്നേറും. അറിയില്ലേ, വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. പക്ഷെ എല്ലാം കൈവിട്ടുപോയി. അവൻ ഞങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാ. അവനിപ്പം അപ്പനെയും അമ്മയും വേണ്ട, അവന്റെ കുറച്ചു കൂട്ടുകാർ, അതാണ് അവന്റെ ലോകം. എനിക്ക് നിങ്ങളുടെ സങ്കടം മനസ്സിലാവുന്നില്ല. എന്നാലും അവനെ മാറ്റുന്നതിന് മുമ്പ് നീ ഒന്ന് ചിന്തിച്ച്, നിങ്ങളല്ലേ ഞാൻ പലതും പഠിച്ചത്. ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞതാ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്ന്. ശരിയാ മാഷെ, എനിക്കറിയാം. എന്റെ ഈ നശിച്ച കുടി എത്രയോ തവണ ഞാൻ ചിന്തിച്ചത് നിർത്തണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല മാഷെ, പറ്റുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. ലഹരി ആസക്തി എന്നൊരു രോഗാവസ്ഥയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു രസത്തിന് വേണ്ടി തുടങ്ങുന്ന ചില ശീലങ്ങൾ അവസാനം കൊണ്ട് എത്തിക്കുന്നത് എത്ര അപകടകരമായ അവസ്ഥയിലാണ്. എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല മാഷെ, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലേ? നിശ്ചയമായും സാധിക്കും. നിനക്ക് എപ്പോൾ ആവശ്യം ദൈവകൃപയും ഒരു ലഹരി വിമോചന കേന്ദ്രത്തിന്റെ സഹായവുമാണ്. വരും, ഞാൻ നിന്നെ അവിടെ എത്തിക്കാം. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കൊടുക്കുക. അപ്പോൾ എന്റെ മകൻ? നീ പേടിക്കണ്ട, അവൻ ശരിയായ പാതയിൽ തിരികെ എത്തും. ഇവിടെ ബഹളം നടന്നപ്പോൾ ഞങ്ങൾ നാട്ടുകാർ പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. പോലീസ് അവനെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ ചില ലഹരി വസ്തുക്കൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ? അതെ, പോലീസിന്റെ സഹായത്തോടെ അവനെ ഒരു ലഹരി വിമോചന കേന്ദ്രത്തിലാക്കുവാൻ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അവൻ നിശ്ചയമായും മാറും. വരും, നമുക്കും പോകാം. 6 മാസങ്ങൾക്ക് ശേഷം ഇന്ന് 4 കാലിലാണല്ലോ. നിന്റെ അപ്പഴടി 4 കാലില്. ആണുങ്ങളായ വല്ലപ്പോഴും കുടിച്ചു നോക്കിയിട്ട് നിന്റെ തന്തയുണ്ടല്ലോ, നിന്റെ തന്തയുടെ കാശ് കൊണ്ടല്ലോ ഞാൻ കുടിക്കുന്നത്. എന്തിനാ മനുഷ്യ നിങ്ങൾ എന്റെ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നേ? പറയൂടി, ഞാൻ ഇനിയും പറയും. നിനക്കറിയാമോ, നിന്നെ കെട്ടിയ അന്ന് മുതലാടി ഞാൻ ഈ ഗതിയിലായത്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്റെ ഒരു വിധി. നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്ന മനുഷ്യ, മകനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഉണ്ടടി, എന്റെ മകനെ കുറിച്ച് എനിക്ക് വിചാരമുള്ളടി. നിനക്കറിയാമോ, എന്റെ മകൻ അവൻ വലിയവനാണ്. എടി, എന്നേക്കാൾ വലിയവനാണ്. മത്തായിക്ക് ഉറപ്പല്ലേ? അത് ശരിയാ. മോനെ
അവനെ പറ്റി നാട്ടിലൊക്കെ നല്ല മതിപ്പാ. നിങ്ങൾക്കറിയാമോ മനുഷ്യ, അവൻ ഇപ്പോഴത്തെ ചില ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട്, കുറച്ചു നാളായി അവന് നമ്മളോട് വല്ലാത്ത ദേഷ്യം, പിന്നെ പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല. ആഹാ, അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാം. അവിടെ അവന്റെ അപ്പനായ ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കും. ദേ വരുന്നു നിങ്ങളുടെ പൊന്നുമോൻ. നിങ്ങൾ ചോദിക്കുകയോ പറയുകയോ എന്താന്ന് വെച്ചാ ചെയ്. ഇങ്ങോട്ട് നീക്കാൻ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇന്നും നല്ല ഫോമിലാണല്ലോ. നിന്നെ കുറിച്ച് ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? ശരിയാണോ? എല്ലാം ഒന്നും ശരിയാണോന്നില്ല, എന്നാൽ ചിലതൊക്കെ ശരിയായെന്നും ഇരിക്കും. നിന്നെ ഞങ്ങൾ കുറെ നാളായി ശ്രദ്ധിക്കുന്നു മോനെ. നീ ഞങ്ങളുടെ പഴയ മകനല്ല. നീ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? ഒരു സമാധാനമില്ലല്ലോ വീട്ടിൽ. മര്യാദക്കിരുന്നില്ലേ? അപ്പനമ്മയെന്ന് ഞാൻ നോക്കത്തില്ല, ഉള്ളത് പറഞ്ഞേക്കാം. മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? എനിക്കിങ്ങനൊക്കെ പറയാനറിയും. എനിക്ക് അത്യാവശ്യമായ ഒരു 2000 രൂപ വേണം. 2000 രൂപയോ? എന്റെ കയ്യിൽ എവിടുന്നാ? ഒരു കുടുംബം പോറ്റപ്പെടുന്ന പാട് എനിക്കേ അറിയൂ. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് 2000 രൂപ കിട്ടിയേ തീരും. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അതിന്റെ ബാക്കി എനിക്ക് ചെയ്യാൻ അറിയാം. നിങ്ങൾ കുറെ നാളായി ഈ മാലയിട്ട് വിലകി നടക്കുമല്ലേ, ഇതിനി എന്റെ കയ്യിലിരിക്കട്ടെ. എടാ, നീ എന്തോ ഈ കാണിക്കുന്നേ? എന്റെ മാല എന്റെ ആകെയുള്ള സമ്പാദ്യമാ. വിടടാ എന്റെ കഴുത്തേന്. അയ്യോ, എന്റെ കഴുത്ത്. നിന്റെ അപ്പനാണോ പറയുന്നത്? എടാ, അവിടെ കഴുത്തുള്ളത്. രണ്ടും കൂടെ മാറിയിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ സ്വഭാവം അറിയും. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതാ, നിങ്ങളെ തന്നില്ല. മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ മാല കൊണ്ടുപോകരുത്. കൊണ്ടുപോകരുതെന്നാ ഞാൻ പറഞ്ഞേ. തകർന്നടി, എല്ലാം തകർന്നു. അവനിപ്പോ എന്നെ അടിച്ചു, നിന്നെ അടിച്ചു, തകർന്നു. അവൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാം കൈവിട്ടു പോയി. അറിയാ, നല്ല സ്വയംഭൻ സാധനമായിരുന്നു. അറിയാ, നല്ല സ്വയംഭൻ സാധനം. അത് ആസ്വദിക്കുന്നവർക്ക് അതിന്റെ ഗുണം അറിയും മച്ചാ. എടാ എടാ എടാ, എനിക്ക് ഈ ലോകത്തോട് ഒരു സത്യം വിളിച്ചു പറയണം. നീ പറയണം മുത്ത്, നീ പറയുന്നതെല്ലാം സത്യമല്ലേ? നീ എന്റെ മുത്തല്ലേ? നീ പറ സത്യങ്ങളല്ലേ? നീ പറയണം. പറയാം, ഞാൻ പറയാം. ഞങ്ങളെന്നും സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ്. ഞങ്ങൾക്കിപ്പോൾ ദുഃഖങ്ങളില്ല, ഞങ്ങൾക്കിപ്പോൾ ആവലാതികളുമില്ല, ഞങ്ങൾക്ക് ഇന്ന് ആശങ്കകളില്ലേ ഇല്ല. ഞങ്ങൾ ഇന്ന് ആഘോഷത്തിനിപ്പിലാണ്. പൊളിച്ചളിയാ, പൊളിച്ചു. ഒടുക്കത്തെ സാഹിത്യമാണല്ലോടാ. നമ്മുടെ ഈ സന്തോഷത്തിന്റെ രഹസ്യം എല്ലാവരെയും അറിയിക്കണ്ടേ? അങ്ങനെ എല്ലാവരും സന്തോഷിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പേ കുറെ നല്ല ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു അമൃതുണ്ട്. ആ അമൃത് ഞങ്ങൾക്ക് ഇന്നൊരു ഹരമാണ്. ഞങ്ങൾ ഇന്ന് ഈ പുതിയ തലമുറ അതിന്റെ ഹരത്തിലാണ്. രാസലഹരിയുടെ ആസ്വാദനം അറിയാത്ത മണ്ടന്മാരാണ് അതിനെതിരെ സംസാരിക്കുന്നത്. ഏത് ഉള്ളിൽ ചെന്നാ പിന്നെ എല്ലാം സുന്ദരമാണ്. എന്ത് രസമാണീ നിലാവ്, എന്ത് സുഖമാണീ സന്ധ്യ. അതെ, ഞങ്ങളുടെ സിരകളിൽ ഇന്ന് ആഹ്ലാദത്തിന്റെ തുടിപ്പുകൾ മാത്രമാണ്. സന്തോഷം ഞങ്ങളിൽ അലതല്ലുന്നു. അതെ, ഞങ്ങൾ ഇന്ന് ആഹ്ലാദത്തിനിർപ്പയാണ്. എടാ, നമ്മുടെ ജാക്സൺ അല്ലേ പോകുന്നത്? എന്തു പറ്റി? അവന്റെ മുഖം കണ്ടിട്ട് ഇഞ്ചി അടിച്ച അണ്ണ
മാനെ പോലുണ്ടല്ലോ. ഡാ, ജാക്സൺ, വലിയ ഗൗരവത്തിലാണല്ലോ നീ. ഓ, നിങ്ങളായിരുന്നു രണ്ടുപേരും നല്ല ഹാപ്പിയിലാണല്ലോ. ഞങ്ങൾ ഫുൾ ടൈം ഹാപ്പിയിലാണല്ലോ. എടാ എടാ എടാ, ഇതൊരു ചെറിയ ജീവിതമാണ്, മാക്സിമം എൻജോയ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പോളിസി. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോകുക. സന്ധ്യയാകുന്നതിന് മുൻപ് വീട്ടിൽ ചേരണം, അല്ലെങ്കിൽ അപ്പന്റെ കയ്യിൽ നിന്ന് നല്ല സമ്മാനം കിട്ടും. ഇയാളെ മണ്ട, പ്ലസ് ടു ആയിട്ട് നിന്റെ അപ്പൻ പേര് ഇതുവരെ മാറിയിട്ടില്ലേ? എടാ, നീ ഞങ്ങളെ കണ്ടുപിടിക്ക്. ഞങ്ങൾക്കാരെയും പേടിയില്ല, എപ്പോഴും സന്തോഷം മാത്രം. ഇന്ന് ഞങ്ങളെയാണ് എല്ലാവർക്കും പേടി. അറിയാം അറിയാം, നിങ്ങളെ കുറിച്ച് ആളുകൾ പലതും പറയുന്നു. നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ നിങ്ങളുമായിട്ട് കൂട്ടുകൂടുമെന്ന് വരെ ആളുകൾ പറയുന്നു. ഇയാളെ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ? എപ്പോഴും സൗഹൃദങ്ങൾ, എപ്പോഴും എൻജോയ്മെന്റ്. ഞങ്ങളില്ലെങ്കിൽ ഈ ലോകമില്ല. ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം മാത്രം. നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഇപ്പോഴുള്ള നിന്നെ നാളെ ലോകമറിയുന്ന ഒരു ഹീറോ ആക്കാം. വേണ്ട മച്ചാമാരെ, എനിക്കിപ്പോഴുള്ള ഈ സന്തോഷം മാത്രം മതി. എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. എനിക്ക് എന്നോട് തന്നെ വലിയ പ്രതീക്ഷകളുണ്ട്. അത് കളയാൻ ഞാനില്ല. എടാ എടാ എടാ, ലോകത്തിന് നിന്നെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. അത് നേടാൻ നിന്നെ ഞങ്ങൾ സഹായിക്കാം. സോറി അറിയാം, എനിക്ക് ഈ സന്തോഷത്തിൽ ജീവിച്ചാൽ മതി. എടാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിനക്കൊക്കെ എന്തോ കിട്ടാനാ? എടാ, മച്ചാൻ ഇപ്പൊ നമ്മുടെ കറക്റ്റ് ട്രാക്കിൽ വന്നു. എടാ, സൂപ്പർ ചോദ്യമാണ് ആ സൂപ്പർ ചോദ്യം. എടാ, ഞങ്ങൾക്കെല്ലാം കിട്ടും. ഞങ്ങൾക്ക് ബന്ധനങ്ങളില്ല, ബന്ധങ്ങളുമില്ല. കാരണം എല്ലാം ഞങ്ങളുടെ സ്വന്തമാണ്. എന്താണ് നിന്റെ കയ്യിൽ? പാഠപുസ്തകവും വലിച്ചെറിയും. പാഠപുസ്തകത്തിലെ വികലമായ അറിവിനേക്കാൾ പുത്തനറിവുകൾ നിനക്ക് ഞങ്ങൾ നൽകാം. നിന്റെ മാതാപിതാക്കളോടുള്ള സ്നേഹം നീ മാറ്റിവെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ നിനക്ക് ഞങ്ങൾ നൽകാം. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപടി ഉയരത്തിൽ നിന്നെ ഞങ്ങൾ എത്തിക്കും. വേണ്ട മച്ചാന്മാരെ, എനിക്ക് പോകണം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഈ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. വെച്ചിരിക്കുന്നു ആളിന്റെ ഉപദേശത്തിന് നന്ദി. മച്ച, ഇന്ന് സാധനം ചെല്ലാത്തോണ്ട് എന്തോ ഒരു സുഖക്കേട്. ശരിയറിയാം, എങ്ങനെയെങ്കിലും സാധനം ഒപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കട്ടെ. എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിച്ചോണ്ട് വരാം. അല്ലെങ്കിലും നീ പണ്ട് മുതലേ പലതും ഒപ്പിച്ചെടുക്കാൻ മിടുക്കനാ മുത്തേ. നീ പോയിട്ട് വാടാ. ഓക്കെ ചക്കരേ.